നമസ്കാരം. അന്യഗ്രഹജീവികളും ഭൂമിക്ക് പുറത്തെ ജീവന്റെ സാന്നിധ്യവും എക്കാലത്തും മനുഷ്യന്റെ ഏറ്റവും വലിയ കൗതുകങ്ങളിൽ ഒന്നാണ്. ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ നാം സാധാരണയായി കാണാറുള്ളത് ഒരു ശാസ്ത്രജ്ഞൻ പെട്ടെന്നൊരു രാത്രിയിൽ അന്യഗ്രഹജീവികളിൽ നിന്നുള്ള സന്ദേശം കണ്ടെത്തുകയും ആ നിമിഷം തന്നെ ലോകം മുഴുവൻ ആ വാർത്ത പറഞ്ഞ് പരിഭ്രാന്തിയിലാവുകയും ചെയ്യുന്നതാണ്. സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഡിസ്ക്ലോഷർ ഡേ പോലെയുള്ള സിനിമകൾ ഇത്തരത്തിലുള്ള ഉദ്വേഗജനകമായ കഥകളാണ് ദൃശ്യവൽക്കരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരു അന്യഗ്രഹജീവിയുടെയോ അല്ലെങ്കിൽ അവരുടെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സാന്നിധ്യം കണ്ടെത്തുന്നത് ഇത്ര പെട്ടെന്നോ നാടകീയമായോ ആയിരിക്കില്ല. മറിച്ച് ടെലസ്കോപ്പുകളിൽ നിന്നുള്ള കോടിക്കണക്കിന് ഡാറ്റകൾക്കിടയിലെ വളരെ ചെറിയൊരു വ്യതിയാനത്തിലൂടെയായിരിക്കും അത് സംഭവിക്കുക. ആ ഡാറ്റകളെ വർഷങ്ങളോളം നീളുന്ന കഠിനമായ പരിശോധനകൾക്കും അന്താരാഷ്ട്ര തലത്തിലുള്ള ചർച്ചകൾക്കും വിധേയമാക്കിയ ശേഷമേ ലോകത്തിന് മുന്നിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. സാങ്കേതികവിദ്യയും വിവരസാങ്കേതിക രംഗവും അതിവേഗം വളരുന്ന ഈ കാലഘട്ടത്തിൽ ഭൂമിക്ക് പുറത്ത് ബുദ്ധിയുള്ള ജീവന്റെ സാന്നിധ്യം കണ്ടെത്തിയാൽ അതിനുശേഷം സ്വീകരിക്കേണ്ട സുപ്രധാന നിയമങ്ങളിൽ വലിയൊരു പൊളിച്ചെഴുത്ത് നടത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ശാസ്ത്ര സമൂഹം. ഇന്റർനാഷണൽ അക്കാദമി ഓഫ് ആസ്ട്രോനോട്ടിക്സിൻ്റെ കീഴിലുള്ള സെറ്റി എന്ന കമ്മിറ്റിയാണ് ഭൂമിക്ക് പുറത്തുള്ള ബുദ്ധിജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനു ശേഷമുള്ള ശാസ്ത്രീയ പെരുമാറ്റച്ചട്ടങ്ങൾ അഥവാ പോസ്റ്റ് ഡിറ്റക്ഷൻ പ്രോട്ടോക്കോളുകൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഇതിന് മുൻപ് 2010 ഇത്തരം നിയമങ്ങൾ അവസാനമായി പരിഷ്കരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 16 വർഷങ്ങൾക്കിടയിൽ ലോകം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. അക്കാലത്ത് വ്യാജ വാർത്തയുടെ ശല്യമോ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമോ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഡീപ് ഫേക്കുകളുടെയും നിമിഷങ്ങൾക്കകം വിവരങ്ങൾ ലോകമെമ്പാടും എത്തുന്ന സാങ്കേതിക വിദ്യയുടെയും കാലമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പരിശോധിക്കാത്ത ഒരു ചെറിയ വിവരം പോലും സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നാൽ അത് ആഗോളതലത്തിൽ വലിയ ഭീതിക്കും തെറ്റായ ധാരണകൾക്കും കാരണമാകും. ഈ പശ്ചാത്തലത്തിലാണ് അതീവ ശാസ്ത്രീയ ജാഗ്രതയോടെയുള്ള പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. പുതിയ പ്രോട്ടോകോൾ അനുസരിച്ച് അന്യഗ്രഹങ്ങളിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങളോ ഭീമൻ ബഹിരാകാശ നിർമ്മിതിയിൽ നിന്നുള്ള താപവ്യതിയാനങ്ങളോ കണ്ടെത്തിയാൽ ഒരു ശാസ്ത്രജ്ഞനും അത് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്താൻ പാടുള്ളതല്ല. പകരം തങ്ങൾക്ക് ലഭിച്ച സിഗ്നൽ ശരിയാണെന്ന് തെളിയിക്കാനുള്ള കഠിനമായ ശാസ്ത്രീയ പരിശോധനകളാണ് ആദ്യം നടത്തേണ്ടത്. വ്യത്യസ്ത രാജ്യങ്ങളിലെയും സംഘടനകളിലെയും ശാസ്ത്രജ്ഞർ പലവിധ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ കണ്ടെത്തൽ പൂർണ്ണമായും കൃത്യമാണെന്ന് സ്വതന്ത്രമായി സാക്ഷ്യപ്പെടുത്തണം. ഈ പരിശോധനകൾ നടക്കുന്ന സമയത്ത് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് അനാവശ്യമായ വ്യാജ വാർത്തകൾ ഒഴിവാക്കാൻ സഹായിക്കും. എന്നാൽ കണ്ടെത്തൽ പൂർണ്ണമായും സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ ഡാറ്റ വിശകലന രീതികളും ലോകമെമ്പാടുമുള്ള ശാസ്ത്ര സമൂഹത്തിനും പൊതുജനങ്ങൾക്കും പുനഃപരിശോധനയ്ക്കായി പൂർണ്ണ സുതാര്യതയോടെ തുറന്നു നൽകേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ ഇത്തരം വലിയ കണ്ടെത്തലുകളുടെ കേന്ദ്രബിന്ദുവായി മാറുന്ന ശാസ്ത്രജ്ഞരുടെ സുരക്ഷ ഉറപ്പാക്കാനും പുതിയ നിയമം നിർദ്ദേശിക്കുന്നുണ്ട്. പലപ്പോഴും വലിയ വാർത്തകളിൽ ഉൾപ്പെടുന്ന ശാസ്ത്രജ്ഞർ സൈബർ ആക്രമണങ്ങൾക്കും വ്യക്തിപരമായ പീഡനങ്ങൾക്കും ഇരയാകാറുണ്ട്. അവരുടെ ഔദ്യോഗിക ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും ഇത്തരം അനാവശ്യ സമ്മർദ്ദങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണം. കൂടാതെ ഭൂമിയിൽ നിന്നുള്ള മൊബൈൽ നെറ്റ്വർക്കുകളും സാറ്റലൈറ്റ് ശൃംഖലകളും ബഹിരാകാശ ശാസ്ത്ര നിരീക്ഷണങ്ങൾക്ക് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. സ്റ്റാർലിങ്ക് പോലെയുള്ള കൂറ്റൻ സാറ്റലൈറ്റ് ശൃംഖലകൾ സൃഷ്ടിക്കുന്ന റേഡിയോ തടസ്സങ്ങൾ അന്യഗ്രഹ സിഗ്നലുകളെ മറയ്ക്കാൻ സാധ്യത ഉള്ളതിനാൽ പ്രപഞ്ചത്തിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കുന്ന പ്രത്യേക ഫ്രീക്വൻസികളെ സംരക്ഷിക്കുവാൻ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അന്യഗ്രഹ ജീവികളെ കണ്ടെത്തുന്നതിനേക്കാൾ വലിയ തർക്കവിഷയം അവർക്ക് തിരിച്ച് മറുപടി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. മെറ്റി എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയയിൽ ഭൂമിയിൽ നിന്ന് അന്യഗ്രഹങ്ങളിലേക്ക് മനഃപൂർവ്വം സന്ദേശങ്ങൾ അയക്കുന്നതിനെക്കുറിച്ച് ശാസ്ത്രലോകത്ത് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. പുതിയ 2026 പ്രഖ്യാപനം അനുസരിച്ച് ഐക്യരാഷ്ട്രസഭയോ മറ്റ് വലിയ ആഗോള സംഘടനകളോ ഉൾപ്പെടുന്ന വിപുലമായ അന്താരാഷ്ട്ര ചർച്ചകൾക്ക് ശേഷമല്ലാതെ അന്യഗ്രഹ ജീവികൾക്ക് ഭൂമിയിൽ നിന്ന് യാതൊരുവിധ മറുപടിയും അയക്കാൻ പാടുള്ളതല്ല. ഭൂമിയെയും മനുഷ്യരാശിയെയും എങ്ങനെ ഒരു അന്യഗ്രഹ സംസ്കാരത്തിന് മുന്നിൽ അവതരിപ്പിക്കണം എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ തീരുമാനമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ കൂട്ടായ തീരുമാനമായിരിക്കണം. ഈ ചരിത്രപരമായ കണ്ടെത്തലിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ ജ്യോതിശാസ്ത്രജ്ഞർക്ക് പുറമേ ധാർമ്മികത, നിയമം, സാമൂഹിക ശാസ്ത്രം, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ രംഗങ്ങളിലെ അന്താരാഷ്ട്ര വിദഗ്ധർ അടങ്ങുന്ന ഒരു സ്ഥിര സമിതിയും രൂപീകരിക്കുന്നുണ്ട്. ഈ പുതിയ നിയമസംഹിത വരുന്ന ആഗോള ബഹിരാകാശ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ശേഷം അംഗീകാരത്തിനായി ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിക്കും. പ്രപഞ്ചത്തിൽ നിന്ന് എന്നെങ്കിലും ഒരു സന്ദേശം ഭൂമിയെ തേടിയെത്തിയാൽ ഒരൊറ്റ ഗ്രഹമായി ഒരേ മനസ്സോടെ അതിനെ നേരിടാൻ മനുഷ്യരാശി സജ്ജമാക്കുകയാണ് ഈ പുതിയ നിയമങ്ങളുടെ ലക്ഷ്യം. വെബ് ഡെസ്ക് തത്വമൈ TV.